ഒരവസാന ശ്രമം. അവരങ്ങ് പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ. എനിക്കിപ്പോ ഒന്നിനെയും പേടിയില്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. മോളെ, അവരൊക്കെ പോയെന്ന് നോക്കിയേ. വേണ്ട, നീ പോണ്ട, ഞാൻ പോയി നോക്കാം. നീയൊക്കെ എനിക്കിട്ട് പണി വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് കെട്ടിയെടുത്താണോടാ? അതെന്താ തങ്കച്ചി? തങ്കച്ചിയെ വിളിക്കാൻ വന്നല്ലേ ഞങ്ങള്? തങ്കച്ചിക്കും കൂടെ എന്തെങ്കിലും തടയണ കേസല്ലേ? അതൊന്നും നടക്കത്തില്ലല്ലോ. ഇവിടെ വെച്ചല്ലേ അവളെ കാണാതായത്, അല്ലടാ? അതെ, അതിനെന്താ? തങ്കച്ചിക്ക് എന്താ പ്രശ്നം? നിന്റെയൊക്കെ തലയിൽ കളിമണ്ണാണോടാ കഴുതേ? അവളീ വീട് മനസ്സിലാക്കിയില്ലടാ. പോലീസിൽ പരാതി കൊടുത്ത അവൾ അവനെയും വിളിച്ചോണ്ട് ഇവിടെ വരും. പിന്നെ ഞാൻ കൊടുക്കത്തില്ലടാ. അത് നേരാണല്ലോ. ചോദിച്ചാ എനിക്കെല്ലാം പറയേണ്ടി വരും, അല്ലെങ്കിൽ അവര് പറയിപ്പിക്കും. അയ്യോ തങ്കച്ചി, ഞങ്ങളെ ഒറ്റ കൊടുക്കരുത്. പിന്നെന്തോടി, ഞാനിത് ഒറ്റ കേക്കണോ? എന്താ ചേച്ചി ഇതൊക്കെ? എനിക്കൊക്കെ പേടിയാവുക. എന്തൊരു വിധിയാ നമ്മുടേത്. ഈ നിമിഷം വരെ ആരെയും ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല. എന്നിട്ടും കണ്ണീരൊഴിഞ്ഞ നേരമില്ല. ഒത്തിരി വലിയ തറവാട്ടിലാണല്ലോ ജനനം. പൂർവികര് വാങ്ങിക്കൂട്ടി വെച്ചിരിക്കുന്ന ശാപങ്ങളുടെ കണക്ക് പറയിക്കാവോ? ഇറങ്ങിയിട്ട് ഒരാഴ്ച ആയില്ല. തിരിച്ച് കേറുന്നെങ്കിൽ എന്റെ കൂടെ നീയൊക്കെ കാണും, നോക്കിക്കും. തങ്കച്ചി, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. ദയവീത് ഞങ്ങളെ ഈ കേസിൽ പെടുത്തരുത്. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ഒരു തവണത്തേക്ക് ക്ഷമിക്കേ പ്ലീസ്. കൈ കിട്ടിയ അവന്മാര് ഞങ്ങളെ പഞ്ഞിക്കിടും. ഒന്നാമത് മറ്റേ കുത്തുകേസിന് ഞങ്ങളെ പൊക്കാൻ നടക്കുക. ഇതും കൂടിയായ എല്ലാം വെള്ളത്തിലാവും. ആ, ഇവിടെ നിന്ന് മോങ്ങാതെ സ്ഥലം വിടാൻ നോക്ക്. പോകുന്ന വഴിക്ക് അവളെ തപ്പിയെടുത്തോണം. നമ്മളെപ്പറ്റി അവൾ എവിടെയും പറയരുത്, മനസ്സിലായല്ലോ? ആ ചെല്ല്, പോടാ എന്റെ കൺമുമ്പിന്ന്. അവളെ ഞങ്ങൾ പൊക്കിയിരിക്കും. ആ പോ. എന്തായാലും ഈ രാത്രി മോൾ പുറത്തേക്ക് ഇറങ്ങണ്ട. നേരം വിളിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അവരുടെ കണ്ണിപ്പെടാതെ ചേച്ചി എങ്ങനെ ഇവിടെ ഇരിക്കും? അവരുടെ ഉറക്കം തോന്നിയ പോലെയാ. ചിലപ്പോ ഇവിടെ വന്ന് കിടക്കും, അല്ലെ മുറിയുടെ വാതിക്ക് വേറെ നിലത്താവും കിടക്കുക. നീ തൽക്കാലം ഇവിടെ ഇരുന്നാ മതി. അവര് നല്ല ഉറക്കം പിടിച്ചിട്ടേ ശ്വാസം പോലും വിടാൻ പറ്റൂ. കാവൽ നായയുടെ സ്വഭാവ ഒരു ഇല അനങ്ങിയ അപ്പ ഓടി വരും. അതൊന്നും സാരയില്ല. ഇന്നിനി രാത്രി ഇറങ്ങിപ്പോയിട്ട് എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടണ്ട. അവന്മാർ പുറത്തു തന്നെ കാണും.
സിദ്ധു എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല മാഡം, ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, വെള്ളം പോലും കുടിക്കുന്നില്ല. ഗീത പോയി ഫുഡ് കഴിച്ചോളൂ. ഓക്കെ മാഡം. സിദ്ധു, ഒന്നും കഴിക്കാത്ത എന്താ? എന്താ സിദ്ധു ഇങ്ങനെ? സ്വന്തം ജീവൻ വെച്ചാണോ എന്നോട് പകരം വീട്ടുന്നേ? ഞാൻ മരുന്നെടുക്കാം, കഴിച്ചേ പറ്റൂ. സിദ്ധു, പ്ലീസ് വാ തുറക്ക്. സിദ്ധു, സിദ്ധു പറയുന്ന കേക്ക്. വാ തുറന്നേ. സിദ്ധു, ഈ വാശി വലിയ അപകടോ. ശരീരം ഏത് അവസ്ഥയിലാണെന്ന് ഓർക്കണം. ഇന്നീ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരും. അതിന്റെ ആവശ്യമുണ്ടോ? മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. അവളെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമേ ഇല്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മെഡിസിനും ഫുഡും ട്യൂബ് വഴി ആക്കേണ്ടി വന്നാലും ഞാൻ അതിന് സമ്മതിക്കില്ല. അങ്ങനെ വാശി കാണിച്ച് എന്നെ അങ്ങ് തോൽപ്പിക്കാന്ന് സിദ്ധു വിചാരിക്കരുത്. തോറ്റു തരില്ല ഞാൻ. അമ്മേ, അമ്മ എന്തിനാ ഈ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കുന്നത്? അച്ഛൻ അതാ ഇഷ്ടമെങ്കിൽ അമ്മ എന്തിനെതിരെ നിൽക്കുന്നേ? ഗീതയ്ക്ക് പകരം ദേവിക, അത്രയല്ലേ ഉള്ളൂ. ആർക്കതിൽ ശമ്പളം കൊടുക്കണ്ടേ? പിന്നെന്താ? ഗീതയെ പോലാണോ ദേവിക? പിന്നല്ലാതെ. മോണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞും എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. അച്ഛന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയല്ലേ? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നാ പോരെ? അവൾ എനിക്കും ഈ കുടുംബത്തിനും ഉണ്ടാക്കി വെച്ച നാണക്കേട് എത്രയാണെന്ന് നിനക്കറിയില്ലേ? അതൊക്കെ മറന്നിട്ടാണോ നീ സംസാരിക്കുന്നേ? അവൾ ഒരുത്തി കാരണോ സിദ്ധുവിന് ഈ അപകടം സംഭവിച്ചത്? അതും നിനക്കറിയില്ല എന്നാണോ? അച്ഛൻ ബലരാമൻ അങ്കിളിനെ കാണാൻ പോയതല്ലേ, അതിന് ദേവിക എന്ത് പിഴച്ചു? അവളെ സിദ്ധു വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നത് അറിഞ്ഞിരുന്നില്ലേ നീ? അറിയാം. അത് മുരളിയുമായിട്ടുള്ള വഴക്ക് പറഞ്ഞു തീർക്കാനല്ലേ? അതിന് നടന്നില്ലല്ലോ. അതിന് ദേവികയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് എനിക്ക് തോന്നിയത്. അതെന്തെങ്കിലും ആവട്ടെ. അത് ആശുപത്രിയിൽ നിന്ന സമയം അവൾ അച്ഛനെ കാര്യമായിട്ട് തന്നെ നോക്കി. അച്ഛനത് വലിയ ഇഷ്ടമായിട്ടുണ്ട്. കുറച്ച് ദിവസം നിൽക്കുമ്പോ ഗീതയെ ഇഷ്ടമാവും. പക്ഷെ അച്ഛന് ദേവികയെ മനസ്സുകൊണ്ട് വലിയ ഇഷ്ടമാ. ഗീത എന്ത് ചെയ്താലും അത് കിട്ടാൻ പോകുന്നില്ലല്ലോ. മതി, അവളെ ഇങ്ങോട്ട് വിളിക്കില്ല എന്ന് തീരുമാനിച്ചതാ. അതേക്കുറിച്ച് ഇനി സംസാരിക്കണ്ട. എന്തിനാ അങ്ങനെ ഒരു നിർബന്ധം പിടിക്കുന്നേ? അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലെങ്കിൽ അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അവളെ വേണ്ടാന്ന് പറയുന്നത് അമ്മ വേറെന്തോ മനസ്സിൽ വെച്ചിട്ടാ. എന്താ അത്? എന്നോട് കൂടി പറ. ഒന്നുമില്ല, തൽക്കാലം നീ പറയുന്ന കേട്ടാ മതി. പറയാൻ പോന്നും വിചാരിക്കരുത്. ഈ വാശി അച്ഛന് വലിയ ദോഷം ചെയ്യും. ഒരാളുടെ ജീവന്റെ മുന്നില് ഏത് വഴക്കും വൈരാഗ്യവും മറക്കണം. അവളിവിടെ വരുന്നത് ജോലി ചെയ്യാനല്ലേ? അത് കഴിഞ്ഞ് ശമ്പളം കൊടുത്ത് പറഞ്ഞു വിട്ടേക്കണം. അത്രയല്ലേ ഉള്ളൂ. അമ്മ നന്ദനോട് പറഞ്ഞിട്ട് നാളെ തന്നെ ദേവികയോട് വരാൻ പറയും. അമ്മ അവളോട് ഒന്നിനും പോണ്ട. അവളുടെ കാര്യങ്ങൾ എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. അച്ഛൻ ഈ അവസ്ഥയിൽ ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കരുത്.
വയറ് നിറയ്ക്കാൻ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. മോളെ കിടന്നു, പേടിക്കൊന്നും വേണ്ട, ഒന്നും വരില്ല. എങ്ങനെയെങ്കിലും നേരെ ഒന്ന് വെളുപ്പിച്ചാ മതി. നിങ്ങൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി അവരറിയും കേട്ടോ. ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാ മതി. മിണ്ടാതെ അവിടെ കിടന്ന് ഉറങ്ങിക്കേ, അതാ നല്ലത്. ഇപ്പൊ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. എന്തേലും സംശയം തോന്നി അവർ കൂടി ഇങ്ങെത്തും. വാതിൽ തുറക്കടി, തുറക്കാൻ. എടി വാതിൽ തുറക്കാനാ പറഞ്ഞേ. ഇല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും ഞാൻ. തുറക്കടി അങ്ങോട്ട്, വാതിൽ തുറക്കടി. തുറക്കാനാ പറഞ്ഞേ, തുറക്കടി അങ്ങോട്ട്. ചേച്ചി വന്ന് വാ ചെല്ല. എന്താടി തുറക്കാത്തെ? തുറക്കടി. ഈ വാതിൽ തുറക്കാനാ പറഞ്ഞേ. തുറക്കടി അങ്ങോട്ട്. എന്താടി വിളിച്ച വാതിന് തുറക്കാൻ എത്ര താമസം? എന്താന്ന്? എന്താടി ഇവിടെ ചെയ്യുന്നേ? ഇവിടെ ആരെങ്കിലും വന്നോ? ചോദിച്ചത് കേട്ടില്ലടി. നിന്റെയൊക്കെ വായിലെന്താ? ചോദിച്ചതിന് ഉത്തരം പറയടി. നിങ്ങൾ തട്ടുമ്പോ തന്നെ വാതിൽ തുറന്ന് തരാനിരിക്കുവാണ് ഞങ്ങള്. നോവധികം ആട്ടല്ലേ. നിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതും പോരാ നിനക്കല്ലേ? തൊള്ളേ മോളും കൂടെ എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒന്ന് പോയേ, ഞാൻ ഉറങ്ങണം. കുരുപ്പേ, അധികം കിടന്ന് വിളഞ്ഞാലുണ്ടല്ലോ ചവിട്ടി കൂട്ടി ഞാൻ. ഇവിടെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച് എനിക്ക് പണിയുണ്ടാക്കി നീയൊക്കെ വെച്ചാ രണ്ടിനെ തീർത്തു കളഞ്ഞാൻ. ആരുടേതാണ് ഈ ബാഗ്? ഇതെന്റെ ബാഗാ. നിന്റെയോ? ആ, ഇത് ഇതിനു മുമ്പ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ കാണാത്ത ഞങ്ങളുടെ കുഴപ്പമാണോ? അപ്പൊ നീ ഇവിടുന്ന് പുറപ്പെട്ടു പോകാനുള്ള പണിയല്ലേ? അങ്ങനെയൊന്നുമല്ല. എന്നെ പണി പഠിപ്പിക്കല്ലേ. ഈ ബാഗ് ഇവിടെ പുതിയതാ. സത്യം പറഞ്ഞോ, ഇവിടെ ആരെങ്കിലും വന്നോ? ആര് വരാൻ? ഇവിടെ ആരും വന്നിട്ടില്ല. അതെടുക്കരുത്, ഇങ്ങോട്ട് തരാം. പിടിക്കാൻ വന്നേക്കുന്ന എന്റെ കയ്യില്.
ഇതാരുടെ അടി? ആരുടെ ഫോൺ അടിയത്? അത് എന്റെ ഫോണാ, പഴയ ഫോണാ. ആണോ? ആ കള്ളം പറഞ്ഞ് നീ എന്നെ പൊട്ടിയാക്കാൻ നോക്കുക. ചവിട്ടി കൂട്ടി ഞാൻ. ഇവിടെ ആരോ ഉണ്ട്. ഉണ്ട്. ആരുണ്ടെന്നാ? മാറി നിൽക്കണേ അങ്ങോട്ട്. നീ അയ്യോ, ഇങ്ങോട്ട് ഓടി. ഇങ്ങോട്ട് പോ. ആരാടി നീ? ആരാടി ഇവള്? സത്യം പറഞ്ഞോ, ഇവളാരാ? എന്റെ ചേച്ചിയാ. നീ എങ്ങനെ ഇതിനകത്ത് കയറിയേ? എപ്പ കയറി? പോറേടി. ഞാൻ സന്ധ്യയായിപ്പോ വന്നത്. എന്റെ കണ്ണു വെട്ടിച്ച് നീ ഇതിനകത്ത് കേറിയല്ലടി. നീ ചില്ലറ പുള്ളിയൊന്നും അല്ലല്ലോടി. നീ എന്തിനാടി വന്നത്? നീ ഇവിടെ വിട്ട് പോയതല്ലേ, പിന്നെ എന്തിനാടി വന്നേ? അത് അമ്മയും അനിയത്തി ഒന്ന് കാണാൻ വേണ്ടി. നിന്നെ വീടിന്റെ പടിക്കകത്ത് കേട്ടിരുന്നാ പറഞ്ഞിരിക്കുന്നേ. ഇറങ്ങടി. ഇറങ്ങി പോടി. അവളുടെ ഒരു ഈ രാത്രിയിൽ എന്റെ മോളെ ഇറക്കി വിടരുത്. മാറി ഇങ്ങോട്ട്. മാറി പോടി. അവളെ എങ്ങോട്ട് പോവും? എങ്ങോട്ട് പറയുന്ന ഒന്ന് കേക്ക്. അവളുടെ ഒരു ഞാൻ അയ്യോ, ഇറങ്ങടി. അയ്യോ, എന്റെ മോളെ ഉപദ്രവിക്കുന്നു. എന്നെ പിടിക്കുന്നു. ഇറങ്ങടി. നിന്നോട് ഇറങ്ങാനാ പോയത്. അടങ്ങി നിക്ക്. എനിക്ക് എന്റെ പഴയ മംഗലശ്ശേരി തറവാട്ടിൽ തന്നെ താമസിക്കണം. മനസ്സിലായ? ഞാൻ ജനിച്ചു വളർന്ന തറവാടത്. അവിടെ വേണം മരിക്കും വരെ എനിക്ക് എന്താണിത്? ഇതാണ് മാധവേട്ടന്റെ കുഴപ്പം. കഴിപ്പ് തുടങ്ങിയാ പിന്നെ നിർത്തത്തില്ല. ഒരു ലെവലും ഇല്ല, ലക്കും. എനിക്കൊരു പ്രശ്നമില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ഇംഗ്ലീഷ് കൊള്ളാല്ല. എന്റെ മോളെ വിട. നിങ്ങളോട് നിങ്ങളോടല്ലേ പറഞ്ഞത്? എന്നെ മോളോട് ചേരുന്നത്. ഇവിടെ ഇതെന്താ ഞാൻ ഈ കാണണേ? MLA സിദ്ധാർത്ഥൻ വീട്ടിൽ വന്ന് വിളിച്ചിറക്കൊണ്ട് പോയിട്ട് കളക്ടറോ ചീഫ് സെക്രട്ടറിയോ ഒക്കെ ആക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയ ആളല്ലയോ ഇത്? അല്ല, എന്താ സംഭവം? ഈ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് വന്നു കയറാൻ തോന്നിയത് തന്നെ മുൻജന്മ സുഹൃതാ. അല്ല, എന്തിനാണാവോ ഈ എഴുന്നള്ളത്ത്? ഒഫീഷ്യലാണോ അതോ അമ്മയും അച്ഛനെയും സഹോദരിയൊക്കെ കണ്ടൊന്ന് ക്ഷേമം അന്വേഷിച്ചു പോകാനാണോ?
രാത്രിയിൽ ഇതെങ്ങനെ എസ്കോട്ടൊന്നും കാണുന്നില്ലല്ലോ. പ്രോട്ടോകോൾ അനുസരിച്ച് പോലീസ് എങ്കിലും കാണേണ്ടതാ. ഇത്രയ്ക്ക് ഇതാരെന്നറിയോ? കുറഞ്ഞ പുള്ളിയൊന്നുമല്ല. വലിയ പുള്ളിയാ. ആ പതുങ്ങി പുറകിലൂടെ വന്ന് അവള് മുറിയിൽ ഒളിച്ചിരിക്കുന്നു. എടി അസത്തെ ഏയ്. തെണ്ടി തിരിഞ്ഞ് കേറി വന്ന് പിന്നെ ഇവിടെ കേറി പറ്റാൻ നോക്കാൻ വേണ്ടി നീ എന്റെ മുഖത്ത് കരിമാരി തേച്ചിട്ട് ഇറങ്ങി പോയതല്ലേടി നീ. പിന്നെന്ത് കാണാനാടി നീ ഇങ്ങോട്ട് വന്നത്? അതെ ഇവ- മാധവേട്ടാ, കാല് ചവിട്ടി നിന്നണം ഒലിച്ചു പോയി. ഒരു ഗതിയില്ലാന്ന് വന്നപ്പോ തിരിച്ച് നാണം കെട്ട് വന്നിരിക്കുക. ഗതി കിട്ടാത്ത ആത്മാവിനെ പോലെ അവൾ അലയും. അലയണം. എന്ത് ചെയ്യണം മംഗലശ്ശേരി? പറ, നിങ്ങൾ തീരുമാനിച്ചോ. തള്ളണോ അതോ കൊള്ളണോ?